ഹലോ നമസ്കാരം. എല്ലാ അമ്മമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം മധുരക്കിഴങ്ങും പഴവും ചേർത്തുള്ള ഒരു കുറുക്കിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് നല്ലപോലെ ഭാരവും ഒപ്പം പെട്ടെന്ന് എനർജിയും നൽകാൻ സഹായിക്കുന്ന നമ്മുടെ നാട്ടിൽ എളുപ്പം കിട്ടുന്ന മറ്റൊരു നാടൻ കോമ്പിനേഷനുമായിട്ടാണ്. നേന്ത്രപ്പഴം അവൽ കുറുക്ക്. ഡ്യൂട്ടിയിലായിരുന്ന സമയത്ത് ഒരമ്മ വന്ന് എന്നോട് ചോദിച്ചു, സിസ്റ്ററെ, കുഞ്ഞിന് വൈകുന്നേരങ്ങളിൽ കൊടുക്കാൻ പറ്റിയ നല്ലൊരു വെയിറ്റ് ഗെയിൻ ഫുഡ് പറഞ്ഞു തരാമോ എന്ന്. 4 മണി പലഹാരമായിട്ടോ അല്ലെങ്കിൽ വൈകിട്ടോ ഒക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു നേഴ്സ് എന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു അടിപൊളി റെസിപ്പി കൂടിയാണിത്. ഇത് കഴിക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് ശരീരഭാരം കൂടുമെന്ന് ഉറപ്പാണ്. എന്തുകൊണ്ടാണ് അവിലും നേന്ത്രപ്പഴവും റെക്കമെൻഡ് ചെയ്യുന്നത്? അവൽ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ ദഹിക്കുന്നതും എന്നാൽ ഉയർന്ന കലോറിയും കാർബോഹൈഡ്രേറ്റും അടങ്ങിയതുമായ ഒന്നാണ്. അവലിൽ ഇരുമ്പിൻ്റെ അംശം വളരെ കൂടുതലാണ്. ഇത് കുട്ടികളുടെ വിളർച്ച തടയാൻ സഹായിക്കുന്നു. ഇതിലേക്ക് നല്ല പഴുത്ത നേന്ത്രപ്പഴം കൂടി ചേരുമ്പോൾ കലോറിയുടെ അളവ് ഇരട്ടിയാകുന്നു. ഇത് കുഞ്ഞിൻ്റെ കവിളൊക്കെ ഉരുണ്ട് നല്ല തടി വയ്ക്കാൻ സഹായിക്കുന്നു. ഇത് തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. നല്ല വൃത്തിയുള്ള വെള്ള അവൽ അല്ലെങ്കിൽ ചുവന്ന അവൽ 2 വലിയ സ്പൂൺ. നന്നായി പഴുത്ത നേന്ത്രപ്പഴത്തിൻ്റെ പകുതി എടുക്കുക. 3-മതായി പശുവിൻ നെയ്യ് 1/2 ടീസ്പൂൺ മതിയാകും. 4-മതായി തിളപ്പിച്ചാറ്റിയ വെള്ളം ആവശ്യത്തിന്. ഉണ്ടാക്കുന്ന വിധം പറയാം. ആദ്യം അവൽ നന്നായി കഴുകി വൃത്തിയാക്കി അല്പം വെള്ളം ഒഴിച്ച് 10 മിനിറ്റ് കുതിർക്കാൻ വയ്ക്കുക. കുതിർന്ന അവൽ മിക്സിയിലിട്ട് അല്പം വെള്ളം കൂട്ടി നന്നായി അരച്ചെടുക്കുക. നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയും നടുവിലെ കുരുവും കളഞ്ഞ് ഒരു പാത്രത്തിൽ വെച്ച് ഫോർക്ക് ഉപയോഗിച്ച് നന്നായി ഉടച്ചെടുക്കുക. ഇനി ഒരു പാത്രത്തിൽ അരച്ചു വെച്ചിരിക്കുന്ന അവൽ പേസ്റ്റും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടി പിടിക്കാതെ ചെറിയ തീയിൽ കുറുക്കിയെടുക്കുക. അവൽ വെന്ത് കട്ടിയായി വരുമ്പോൾ നമ്മൾ ഉടച്ചു വച്ചിരിക്കുന്ന നേന്ത്രപ്പഴം കൂടി ഇതിലേക്ക് ചേർത്ത് 2 മിനിറ്റ് നന്നായി ഇളക്കുക. അടുപ്പിൽ നിന്ന് ഇറക്കുന്നതിന് തൊട്ടു മുൻപ് 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഇളക്കി ചൂടാറുമ്പോൾ കുഞ്ഞിന് കൊടുക്കാം. ഇനി അമ്മമാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ എപ്പോഴും നല്ല സോഫ്റ്റായ കട്ടി കുറഞ്ഞ അവൽ തിരഞ്ഞെടുക്കുക. ഇത് പെട്ടെന്ന് കുതിർന്ന് കിട്ടും. പഴത്തിന് നല്ല മധുരമുള്ളത് കൊണ്ട് ഇതിലേക്ക് ശർക്കരയോ പഞ്ചസാരയോ ചേർക്കേണ്ട ആവശ്യമില്ല. അവലിലെ അയൺ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് നന്നായി പിടിക്കാൻ ഈ കുറുക്ക് കൊടുത്ത ശേഷം വിറ്റമിൻ സി അടങ്ങിയ ഏതെങ്കിലും ഫ്രൂട്ട് ജ്യൂസോ അതായത് ഓറഞ്ചോ മുന്തിരിയോ 2 സ്പൂൺ നൽകുന്നത് നല്ലതാണ്. അവലും പഴവും വയറിന് വളരെ ലൈറ്റ് ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് മലബന്ധത്തിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇത് നല്ല എനർജി തരുന്ന ഒന്നായതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ കുഞ്ഞിന് നൽകാൻ പറ്റിയ അനുയോജ്യമായ ഒരു ഈവനിങ് ഫുഡാണ്. അപ്പോൾ അമ്മമാരെ, നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള അവലും പഴവും വെച്ച് കുഞ്ഞിൻ്റെ തൂക്കം കൂട്ടാൻ പറ്റിയ നല്ലൊരു കുറുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് മനസ്സിലായല്ലോ. പുറത്തുനിന്ന് വാങ്ങുന്ന വില കൂടിയ പ്രോഡക്റ്റുകളേക്കാൾ എത്രയോ ഗുണമാണ് നമ്മുടെ നാട്ടിലെ ഈ നാടൻ ഭക്ഷണങ്ങൾ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ റെസിപ്പി ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. മാറ്റം കമൻറ്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. എൻ്റെ പരിമിതമായ അറിവിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. തെറ്റുകുറ്റങ്ങളുണ്ടാകാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ വെയിറ്റ് ഗെയിൻ വീഡിയോകൾക്ക് നൽകിയ വലിയ പിന്തുണയ്ക്ക് നന്ദി. അടുത്തൊരു വെയിറ്റ് ഗെയിൻ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.